ഹായ് വേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മണീസ് കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുട്ട ബിരിയാണിയാണ്. നമുക്കതെങ്ങനെയാണ് മുട്ട ബിരിയാണി തയ്യാറാക്കി നോക്കാം. പല രീതി, എല്ലാവരും കുക്കറിനകത്ത് വയ്ക്കും, അങ്ങനെ പല രീതിയിൽ വെക്കാൻ പറ്റും. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഈ ഗ്ലാസ്സാണ് അളവ് ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അതിന് 2 ഗ്ലാസ് ബസ്മതി അരി എടുത്ത് എല്ലാം റെഡിയാക്കി, എല്ലാം വെള്ളമെല്ലാം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ, ഇനി വറുത്തിടാൻ വേണ്ടിയുള്ള സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ആ 2 മുട്ട നമുക്കല്ലാതെ ഇതിനകത്ത് ചേർക്കണം, പൊടിച്ച് ചേർക്കുക. അല്ലെങ്കിൽ ചിക്കി ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ട് ചിക്കി എടുക്കാനും അങ്ങനെ ചെയ്യും ഓരോരുത്തർ, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 മുട്ട അല്ലാതെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 4 സവോള വേറെ അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില, തക്കാളി, പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് ചേർക്കണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കണം. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 10 വെളുത്തുള്ളി അല്ലി. നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഇതിലൂടെ. അതിൻ്റെ കൂടെ പിന്നെ ചെറുള്ളി ചേർക്കുന്നത് നല്ലതാണ്. നമുക്ക് പിന്നെ നെയ്യ്, ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചേർത്ത് 2ഉം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ഇത്ര നട്ട്സ്, പിന്നെ മുന്തിരി, ഇനി ഏലക്ക ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു 1, കറുവപ്പട്ട ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇടാനുള്ള നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുഴിയുള്ളൊരു പാൻ അടുപ്പ് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകട്ടെ. നമുക്കതിൽ എണ്ണയും നെയ്യും ഒഴിച്ച് കൊടുക്കണം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യും 2ഉം കൂടെ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുവാണ് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി. ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഏലക്ക 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാമ്പ് ഇട്ട് കൊടുക്കും. സവാള അരി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള സവാള ഞാൻ വേറെ അരി വെച്ചിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, നമുക്കിത് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ടയൊക്കെ നമുക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എടുത്ത് കളയാതെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. ഒരു ഞുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇനി പൊടികളൊക്കെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് പൊടിയൊക്കെ പിന്നെ ചേർക്കുമ്പോൾ കാണിക്കേണ്ടത്. സവാള മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയൻ മുളക് പൊടിയാണ്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കം നല്ല ഇത് അടുക്കി പിടിക്കും. ഈ സ്റ്റീലിൻ്റെ പാത്രം കട്ടി കുറവുള്ള പാത്രമാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ മുട്ട 2 എണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. മുട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ മുട്ടയും കൂടി ഇതിനകത്തിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ഒരു വഴറ്റിയെടുക്കാം. ഗരം മസാലയും കൂടി ചേർക്കാം. നമുക്ക് 1.5 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. തിളക്കട്ടെ, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്കിനി അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം. മുന്തിരി നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എനിക്ക് സവോള വറുത്ത് വെച്ചൊന്ന് അലങ്കരിക്കാം. നല്ല ഭംഗിയില്ലേ? ലാസ്റ്റ് വേണം സവോള ഇടാൻ. ഈ മുട്ട ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.